ഇന്ന് കുട്ടികൾക്ക് മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ ഇടാനുള്ള തിരക്കിലാണ്. കുട്ടികളൊക്കെ നല്ല കിടന്നുറക്കമാണ് കേട്ടോ. രാത്രിയിൽ തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പോയാൽ ആദ്യം നമ്മൾ ചായയാണ് കേട്ടോ ഇടാറുള്ളത്. ചായ എനിക്കങ്ങനെ നിർബന്ധമില്ലെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും ചായ നിർബന്ധമാണ്. നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മത്തങ്ങായും പരിപ്പും കൂടെ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ചായ എനിക്ക് നിർബന്ധമില്ലെങ്കിലും എനിക്ക് മുട്ട നിർബന്ധമാണ് കേട്ടോ. ഒരു മുട്ടയെങ്കിലും ഞാൻ രാവിലെ കഴിക്കും, അതെനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേണ്ട ചായയൊക്കെ അനത്തിയിട്ട് നമ്മൾ ഇന്നൊരു തീയൽ ഉണ്ടാക്കുന്നുണ്ട്. പാവക്കായ തീയൽ, പാവക്കായും ഉള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പാവക്കായും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നമ്മൾ തലേന്ന് തന്നെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലത്തെ ആ ഒരു ഹറി ബറി ബിസി ആയതുകൊണ്ടിട്ട് തന്നെ രാവിലെ വറുക്കലൊക്കെ പാടായിരിക്കും എന്ന് കരുതിയിട്ട് തേങ്ങായും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുത്തത്. എന്നിട്ട് ആ ഒരു പാവക്കായ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഇതിൻ്റെ അകത്തോട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നല്ല തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നാലേ ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരത്തുള്ളൂ. ഇപ്പുറത്തിരുന്ന് നമ്മുടെ ചോറ് റെഡി ആകുന്നുണ്ട്. പരിപ്പും മത്തങ്ങായും കൂടെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പാവക്കാ തീയൽ കറിക്കകത്ത് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും പാവക്കാട് അധികം ആ ഒരു കയ്പ്പ് ഇറങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ആക്കി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി സോയാ ഫ്രൈയും കൂടെ ഉണ്ടാക്കി. ഇതും വളരെ സിമ്പിളാണ് കേട്ടോ. എന്നാൽ വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ആയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിനിടയ്ക്ക് കുട്ടികൾ കുളിച്ച് റെഡിയായി കേട്ടോ. അതിനിടയ്ക്ക് ഒരു വഴക്കം നടന്നു ചേട്ടത്തി അനിയത്തിയും തമ്മിൽ. സോക്സിന്റെ പേരിലാണ് കേട്ടോ. അതിന് ഞാൻ ദേഷ്യപ്പെട്ടതിന് ഞാനായിട്ട് മൂത്തോളം പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിണക്കത്തില് പുള്ളിക്കാരി പറയുന്നത് എനിക്ക് ടിഫിൻ വേണ്ട എന്നാണ്. അങ്ങനെയാണ് കേട്ടോ എന്നോടുള്ള ദേഷ്യം അവള് തീർക്കുന്നത്. കുട്ടികളുള്ള അമ്മമാർക്കറിയാം രാവിലെ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഹറി ബറിയിലൊന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ നമ്മൾ കൊടുത്തു വരുന്ന ആ ഒരു ടിഫിൻ മാത്രമാണ് നമുക്കൊരു സമാധാനം. അവരത് കഴിക്കുമോ എന്നുള്ളത് അല്ലേ. ഇല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനക്കേടാ. നമുക്കറിയാം ടിഫിൻ കൊണ്ടുപോകത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ അവളങ്ങനെ പറയുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് അവരതൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവിടെ വണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒത്തിരി ലേറ്റ് ആയി പോയി. പിന്നെ ഞാൻ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ആളുടെ പിണക്കമൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ വിട്ടത്. പോകുന്ന വഴിക്ക് ഒരു മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പിണക്കമൊക്കെ മാറ്റി. എനിക്ക് ഈ പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മിനിറ്റുകൾ മാത്രമേ ഞങ്ങളുടെ പിണക്കം അങ്ങനെ നിൽക്കാറുള്ളൂ. ശേഷം ഞാൻ വന്ന് റെഡിയായി. ഞാൻ എന്താണ്ട് എൻ്റെ ലഞ്ച് ബോക്സ് എടുക്കുകയാണ്. ചോറുണ്ട്, പരിപ്പും മത്തങ്ങായും കുട്ടികളെ കറിയുണ്ട്, സോയയുണ്ട്, മുട്ട വറുത്തതുകൊണ്ട്, പിന്നെ നമ്മുടെ തീയലും ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എന്താണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ദോശ ചമ്മന്തി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തീയലോട് ഇട്ടു കേട്ടോ. ഇഷ്ടമാണ് കേട്ടോ തീയലും കൂട്ടി ഇങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ എന്താണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.